16/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, വിദേഹിയായ പിതാവായ ഞാൻ ദേഹധാരികളായ നിങ്ങളെ വിദേഹി ആക്കുന്നതിനു വേണ്ടി പഠിപ്പിക്കുന്നു. ഇത് പുതിയ കാര്യമാണ്. അത് കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം: ബാബയ്ക്ക് ഒരേ കാര്യം വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഉത്തരം: കാരണം കുട്ടികൾ അടിക്കടി മറന്നു പോകുന്നു. ചില കുട്ടികൾ പറയുന്നു, ബാബയാണെങ്കിൽ അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കുന്നു. ബാബു പറയുന്നു, കുട്ടികളെ, എനിക്ക് തീർച്ചയായും അതേ കാര്യം കേൾപ്പിക്കേണ്ടി വരും. കാരണം നിങ്ങൾ മറന്നു പോകുന്നു. നിങ്ങളെ മായയുടെ കൊടുങ്കാറ്റ് വിഷമിപ്പിക്കുന്നു. അഥവാ ഞാൻ ദിവസവും മുന്നറിയിപ്പ് നൽകിയില്ല എങ്കിൽ നിങ്ങൾ മായയുടെ കൊടുങ്കാറ്റുകളോട് തോറ്റുപോകും. ഇപ്പോൾ വരെയും നിങ്ങൾ എവിടെയാണ് സദോപ്രധാനമായത്? എപ്പോഴാണോ ആയി മാറുന്നത്, അപ്പോൾ കേൾപ്പിക്കുന്നത് അവസാനിപ്പിക്കും. ഓം ശാന്തി. ഇതിനെ വിചിത്ര ആത്മീയ പഠനമെന്നും പറയുന്നു. പുതിയ ലോകമായ സത്യയുഗത്തിലും ദേഹധാരികൾ തന്നെയാണ് അന്യോന്യം പഠിപ്പിക്കുന്നത്. നോളജ് എല്ലാവരും പഠിപ്പിക്കുന്നു, ഇവിടെയും പഠിപ്പിക്കുന്നു. അതെല്ലാം ദേഹധാരികളാണ് പരസ്പരം പഠിപ്പിക്കുന്നത്. ഒരിക്കലും വിദേഹിയായ പിതാവോ ആത്മീയ പിതാവോ പഠിപ്പിക്കുന്നതായിരിക്കില്ല. ശാസ്ത്രങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്നെഴുതിയിരിക്കുന്നു. അതും ശാരീരികമായി. ഈ പുതിയ കാര്യങ്ങൾ കേട്ട് കുഴങ്ങിപ്പോകുന്നു. ആത്മീയ പിതാവ് നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കുന്നു എന്നത് നിങ്ങളിലുള്ളവരും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇത് പുതിയ കാര്യമാണ്. കേവലം ഈ സംഗമത്തിൽ തന്നെയാണ് ബാബ സ്വയം വന്ന് പറയുന്നത്, ഇദ്ദേഹത്തിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരവും ശാന്തിയുടെ സാഗരവും സർവ ആത്മാക്കളുടെയും പിതാവ് ആ ഒന്ന് തന്നെയാണ്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ഒന്നും കാണപ്പെടുന്നില്ല. ആത്മാവ് തന്നെയാണ് മുഖ്യം. അത് അവിനാശിയുമാണ്. ശരീരം വിനാശിയാണ്. ഇപ്പോൾ ആ അവിനാശി ആത്മാവിരുന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ മുന്നിൽ കാണുന്നത് സാകാരത്തിൽ ഈ ശരീരം ഇരിക്കുന്നതാണ്. എന്നാൽ ഈ ജ്ഞാനം ദേഹധാരി അല്ല നൽകുന്നത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ജ്ഞാനം നൽകുന്നവൻ വിദേഹിയായ ബാബയാണ്. എങ്ങനെ നൽകുന്നു? അതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യർ മനസ്സിലാക്കുക വളരെ പ്രയാസമാണ്. നിശ്ചയം വരുത്തുന്നതിനു വേണ്ടി നിങ്ങൾക്ക് എത്ര തലയിട്ടടിക്കേണ്ടി വരുന്നു. നിരാകാരന് ഏതെങ്കിലും നാമം, രൂപം, ദേശം, കാലമേയില്ല എന്ന് അവർ പറയുന്നു. ആ പിതാവ് സ്വയം ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ് എന്ന് പറയുന്നു. ആ ഒന്നിനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അത് വിദേഹിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഗരമാണ്. ആ ഒന്ന് എങ്ങനെ പഠിപ്പിക്കും? ബാബ സ്വയം മനസ്സിലാക്കി തരുന്നു. ഞാൻ എങ്ങനെയാണ് വരുന്നത്? ആരുടെ ആധാരമാണ് എടുക്കുന്നത്? ഞാൻ ഗർഭത്തിൽ ജന്മം എടുക്കുന്നില്ല. ഞാൻ ഒരിക്കലും മനുഷ്യനോ ദേവതയോ ആകുന്നില്ല. ദേവതമാരും ശരീരം എടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ സദാ അശരീരി ആയി തന്നെ ഇരിക്കുന്നു. എനിക്ക് മാത്രമേ ഡ്രാമയിൽ ഈ പാർട്ടുള്ളൂ. ഞാൻ ഒരിക്കലും പുനർജന്മത്തിൽ വരുന്നില്ല. അപ്പോൾ ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. കാണപ്പെടുന്നതേയില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്നവർ മനസ്സിലാക്കുന്നു. ഭക്തിമാർഗത്തിൽ രഥവും എങ്ങനെയുള്ളതാണ് ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്? ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ കുഴങ്ങിപ്പോകുന്നില്ലല്ലോ. അഥവാ എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ബാബയോട് വന്ന് ബാബയിൽ നിന്നും വന്ന് മനസ്സിലാക്കൂ. അല്ലെങ്കിൽ തന്നെ ചോദിക്കാതെ പോലും ബാബ സർവ്വതും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊന്നും ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ
ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് അവതാരം എടുക്കുന്നത്. എൻ്റെ ജന്മവും വണ്ടർഫുള്ളാണ്. കുട്ടികളായ നിങ്ങൾക്കും അതിശയം തോന്നുന്നു. എത്ര വലുതിലും വലിയ പരീക്ഷ പാസ്സാക്കുന്നു. വളരെ വലുതിലും വലിയ വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നതിനു വേണ്ടി പഠിപ്പിക്കുന്നു. വണ്ടർഫുൾ കാര്യമാണല്ലോ. ഓരോ 5000 വർഷത്തിനു ശേഷവും ഞാൻ നിങ്ങളുടെ സർവീസിനായി വരുന്നു. ആത്മാക്കളെ പഠിപ്പിക്കുന്നുവല്ലോ. കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ നിങ്ങളുടെ സേവനത്തിനായി വരുന്നു. പകുതി കൽപ്പം നിങ്ങൾ വിളിച്ചു വന്നു, ഹേ ബാബ, ഹേ പതീത പാവന, വരൂ. ശ്രീകൃഷ്ണനെ പതീത പാവനൻ എന്ന് പറയുന്നില്ല. പതീത പാവനൻ എന്ന് പരംപിതാ പരമാത്മാവിനെ തന്നെയാണ് പറയുന്നത്. ബാബയ്ക്കും പതീതരെ പാവനമാക്കുവാൻ വരേണ്ടി വരും. അതിനാൽ അകാലമൂർത്തി സത് ബാബ, അകാലമൂർത്തി സത് ടീച്ചർ, അകാലമൂർത്തി സത് ഗുരു എന്ന് പറയുന്നു. സിഖുകാരുടെയും വളരെ നല്ല സ്ലോഗനുണ്ട്. പക്ഷേ അവർക്കറിയില്ല സദ്ഗുരു അകാലമൂർത്തി വരുന്നത് എപ്പോഴാണ്. മനുഷ്യനെ ദേവതയാക്കി അതിന് അധികം സമയം വേണ്ടി വന്നില്ല എന്നും മഹിമയുണ്ട്. എപ്പോഴാണ് വന്ന് മനുഷ്യനെ ദേവതയാക്കിയത്? ആ ഒന്ന് സർവരുടെയും സദ്ഗതി ഉണ്ടാക്കുന്നവനാണ്. ഈ ഉറച്ച നിശ്ചയമുണ്ടായിരിക്കണം. വന്ന് എന്താണ് പറയുന്നത്? കേവലം പറയുന്നു മന്മനാഭവ. അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റാരും അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് സദ്ഗുരു അകാലമൂർത്തി ഈ ദേഹത്തിലൂടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതാണല്ലോ. വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നതിനായി ബാബയ്ക്ക് വരേണ്ടി വരുന്നു. കുട്ടികളായ നിങ്ങളുടെ സേവനത്തിനായി മനസ്സിലാക്കിച്ചു തരുന്നു. ഹേ ആത്മീയ കുട്ടികളെ, നിങ്ങൾ സദോ പ്രധാനമായിരുന്നു, പിന്നെ തമോ പ്രധാനമായിരിക്കുകയാണ്. ഈ സൃഷ്ടിയുടെ ചക്രം തിരിയുന്നുവല്ലോ. പാവന ലോകം ഈ ദേവതന്മാരുടേത് തന്നെയായിരുന്നു. അവരെല്ലാം എവിടെ പോയി? ഇതാർക്കും അറിയില്ല. കുഴങ്ങിപ്പോയിരിക്കുകയാണ്. ബാബ വന്ന് നിങ്ങളെ അറിവുള്ളവരാക്കുന്നു. കുട്ടികളെ, ഞാൻ ഒരേ ഒരു തവണ വരുന്നു. പാവന ലോകത്തിൽ ഞാൻ വരുന്നത് തന്നെ എന്തിന്? അവിടെയാണെങ്കിൽ കാലന് വരാൻ സാധിക്കില്ല. ബാബ കാലന്മാരുടെയും കാലനാണ്. സത്യയുഗത്തിൽ വരേണ്ട ആവശ്യമേ ഇല്ല. അവിടെ കാലനും വരുന്നില്ല, മഹാകാലനും വരുന്നില്ല. ഈ ഒന്ന് വന്ന് എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നു. സന്തോഷത്തോടെ പോകുന്നുവല്ലോ. അതേ ബാബ, നമ്മൾ സന്തോഷത്തോടെ പോകുന്നതിനായി തയ്യാറാണ്. അതിനാലാണ് അങ്ങയെ വിളിച്ചിരുന്നത്. ഈ പതീത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ, വയ ശാന്തിധാമം. ഈ കാര്യങ്ങൾ അടിക്കടി മറന്നു പോകരുത്. എന്നാൽ മായയാകുന്ന ശത്രു നിൽക്കുകയാണ്, അടിക്കടി മറപ്പിക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. അപ്പോൾ മായയും ശക്തിവാനാണ്. അതും പകുതി കൽപ്പം നിങ്ങളുടെ മേൽ രാജ്യം ഭരിക്കുന്നു, മറപ്പിക്കുന്നു. അതിനാൽ ദിവസവും ബാബയ്ക്ക് മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. ദിവസവും സുബോധത്തിൽ ആക്കിയില്ലെങ്കിൽ മായ വളരെയധികം നഷ്ടമുണ്ടാക്കും. പവിത്രതയുടെയും അപവിത്രതയുടെയും കളിയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, തൻ്റെ പെരുമാറ്റം നന്നാക്കുന്നതിന് വേണ്ടി പവിത്രമാക്കൂ. കാമവികാരത്തിനു വേണ്ടി എത്ര വഴക്കുണ്ടാകുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. അപ്പോൾ ആത്മാവിനെ തന്നെ നോക്കൂ. ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് നോക്കുകയേ ചെയ്യരുത്. നമ്മൾ എല്ലാ ആത്മാക്കളും സഹോദരന്മാരാണ്. വികാരത്തിൽ എങ്ങനെയാണ് പോവുക? നമ്മൾ അശരീരിയായി വന്നിരുന്നു, വീണ്ടും അശരീരിയായി പോകേണ്ടതുണ്ട്. ആത്മാവ് സദോ പ്രധാനമായി വന്നിരുന്നു, സദോ പ്രധാനമായി സ്വീറ്റ് ഹോമിലേക്ക് പോകണം. മുഖ്യമായത് തന്നെ പവിത്രതയുടെ കാര്യമാണ്. മനുഷ്യർ പറയുന്നു, ദിവസവും ഒരേ കാര്യമാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത് ശരി തന്നെ. പക്ഷേ എന്ത് മനസ്സിലാക്കിക്കുന്നുവോ അതനുസരിച്ച് നടക്കുകയും വേണമല്ലോ. ചെയ്യുന്നതിന് വേണ്ടിയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്, എന്നാൽ നടക്കുന്നൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും ദിവസവും മനസ്സിലാക്കിക്കേണ്ടി വരും. ബാബ അങ്ങ് എന്താണോ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി
ഇപ്പോൾ നമ്മൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും, അങ്ങ് വിട്ടേക്കൂ എന്ന് പറയുന്നില്ല. ഇങ്ങനെ പറയുന്നുണ്ടോ? അതിനാൽ ബാബയ്ക്ക് ദിവസവും മനസ്സിലാക്കിക്കേണ്ടി വരും. കാര്യം ഒന്നു തന്നെയാണ്, പക്ഷേ ചെയ്യുന്നില്ലല്ലോ. ബാബയെ ഓർമ്മിക്കുന്നതേയില്ല. ബാബ അടിക്കടി മറന്നു പോകുന്നു എന്ന് പറയുന്നു. ഓർമ്മ വരുത്തുന്നതിന് വേണ്ടി ബാബയ്ക്ക് അടിക്കടി പറയേണ്ടി വരുന്നു. നിങ്ങളും അന്യോന്യം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകട്ടെ. മറ്റൊരു ഉപായവുമില്ല. തുടക്കത്തിലും അന്തിമത്തിലും ഇതേ കാര്യമാണ് പറയുന്നത്. ഓർമ്മയിലൂടെ തന്നെയാണ് സതോ പ്രധാനം ആകേണ്ടത്. സ്വയവും എഴുതുന്നു, ബാബ മായയുടെ കൊടുങ്കാറ്റ് മറപ്പിക്കുന്നു. അപ്പോൾ ബാബ മുന്നറിയിപ്പ് നൽകാതെ വിട്ടുകളയണമോ? ബാബ അറിയുന്നുണ്ട്, നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. സതോ പ്രധാനം ആകാത്തത് വരെയും പോകുവാൻ സാധിക്കില്ല. യുദ്ധത്തിനും കണക്ഷൻ ഉണ്ടല്ലോ. യുദ്ധം ഉണ്ടാകുന്നതേ നിങ്ങൾ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് സതോ പ്രധാനം ആകുമ്പോഴാണ്. ജ്ഞാനമാണെങ്കിൽ 1 സെക്കൻഡിൻ്റെ കാര്യമാണ്. പരിധിയില്ലാത്ത ബാബയെ നേടി ഇപ്പോൾ ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സുഖം ലഭിക്കുന്നത് പവിത്രമാകുമ്പോഴാണ്. പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. ചിലരാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ ബുദ്ധി പോലും വരുന്നില്ല. ഒരിക്കലും ഈ പഠനം പഠിച്ചിട്ടേയില്ല. മുഴുവൻ ചക്രത്തിലും നിരാകാരനായ ബാബയിൽ നിന്നും ആരും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് പുതിയ കാര്യമാണല്ലോ. ബാബു പറയുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു നിങ്ങളെ സതോ പ്രധാനം ആക്കുന്നതിനു വേണ്ടി. സതോ പ്രധാനം ആകാത്തത് വരെയും ഈ പദവി നേടാൻ സാധിക്കില്ല. ഏതുപോലെ മറ്റു പഠനത്തിൽ ഫെയിലാകുന്നു, അതേപോലെ ഇതിലും ഫെയിലാകുന്നു. ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എന്തുണ്ടാകും? ഒന്നും മനസ്സിലാക്കുന്നില്ല. പിതാവാണെന്നിരിക്കെ തീർച്ചയായും പിതാവിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. ബാബ ഒരേ ഒരു തവണ മനസ്സിലാക്കിച്ചു തരുന്നു, അതിലൂടെ നിങ്ങൾ ദേവതയാകുന്നു. നിങ്ങൾ ദേവതയാകും. പിന്നെ നമ്പർ അനുസരിച്ച് എല്ലാവരും പാർട്ട് അഭിനയിക്കാൻ വരും. ഇത്രയും കാര്യങ്ങൾ മുഴുവൻ വൃദ്ധരുടെയും മറ്റും ബുദ്ധിയിലിരിക്കുക സാധ്യമല്ല. അപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇത്രമാത്രം. ആ ശിവബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പിതാവ് അവരവരുടേതാണ്. ശിവബാബയാണെങ്കിൽ നിരാകാരമാണ്. ആ ഒന്നിനെ ഓർമ്മിച്ച് പവിത്രമായി ശരീരം ഉപേക്ഷിച്ച് പിന്നെ ബാബയുടെ അടുത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. ബാബ വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ എല്ലാവരും ഏകരസമായി മനസ്സിലാക്കുന്നില്ല. മായ മറപ്പിക്കുന്നു. ഇതിനെ യുദ്ധം എന്ന് പറയുന്നു. ബാബ എത്ര നല്ല രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. എത്ര കാര്യങ്ങളുടെ സ്മൃതി നൽകുന്നു. മുഖ്യമായി എന്തെല്ലാം തെറ്റുകളുണ്ടായി അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കൂ. 1. ബാബ സർവവ്യാപിയാണ് എന്നതിൻ്റെ. ഭഗവാൻ വാച, ഞാൻ സർവവ്യാപി അല്ല. സർവവ്യാപി 5 വികാരമാണ്. ഇത് വളരെ വലിയ തെറ്റാണ്. ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനല്ല, പരംപിതാ പരമാത്മാ ശിവനാണ്. ഈ തെറ്റുകളെ നേരെയാക്കൂ. അപ്പോൾ ദേവതയായി മാറും. എന്നാൽ ഈ തെറ്റുകൾ കാരണം തന്നെയാണ് ഭാരതം പാവനത്തിൽ നിന്നും പതീതമായത് എന്ന് നമ്മൾ മനസ്സിലാക്കിച്ചു എന്ന് ഏതെങ്കിലും കുട്ടികൾ എഴുതുന്നില്ല. അതും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഭഗവാൻ സർവവ്യാപിയാവുക എങ്ങനെ സാധ്യമാകും? ഭഗവാൻ ഒന്നാണ്. ആ ഒന്ന് സുപ്രീം പിതാവും സുപ്രീം ടീച്ചറും സുപ്രീം സദ്ഗുരുവുമാണ്. ഏതെങ്കിലും ദേഹധാരിയെ സുപ്രീം ഫാദർ, ടീച്ചർ, സദ്ഗുരു എന്ന് പറയാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണനാണെങ്കിൽ മുഴുവൻ സൃഷ്ടിയിലും ഏറ്റവും ഉയർന്നതാണ്. എപ്പോഴാണോ സൃഷ്ടി സതോ പ്രധാനമാകുന്നത് അപ്പോൾ കൃഷ്ണൻ വരുന്നു. പിന്നെ സതോയിൽ രാമൻ. പിന്നെ നമ്പർ അനുസരിച്ച് അവരുടേതായ സമയത്ത് തന്നെയായിരിക്കും വരുന്നത്. ശാസ്ത്രങ്ങളിൽ കാണിക്കുന്നു. എല്ലാവരുടെയും വികാരങ്ങൾ സ്വീകരിച്ച് കണ്ഠം തന്നെ കറുത്തുപോയി.
എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കിച്ച് കണ്ഠം തന്നെ വരണ്ടു പോകുന്നു. കാര്യം എത്ര കുറച്ചേ ഉള്ളൂ, പക്ഷേ മായ എത്ര ബലവാനാണ്. ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ ഇങ്ങനെ ഗുണവാനും സതോപ്രധാനവും ആയോ? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വിനാശം ഉണ്ടാകാത്തതുവരെയും നിങ്ങൾക്ക് കർമാതീത അവസ്ഥ നേടുവാൻ സാധിക്കില്ല. എത്ര തന്നെ തലയിട്ടടിച്ചാലും ശരി, മുഴുവൻ സമയവും ശിവബാബയെ ഇരുന്ന് ഓർമ്മിക്കൂ. മറ്റൊരു കാര്യവും ചെയ്യേണ്ടതേയില്ല. ബാബ യുദ്ധത്തിനു മുമ്പേ ഞാൻ കർമാതീത അവസ്ഥ നേടി കാണിക്കും. ഇങ്ങനെ ആരെങ്കിലും വരികയും ഇങ്ങനെ ഡ്രാമയിൽ ഉണ്ടാവുകയും ചെയ്യുക സാധ്യമല്ല. ആദ്യ നമ്പറിൽ ഒരാൾക്ക് തന്നെയാണ് പോകേണ്ടത്. ഇദ്ദേഹവും പറയുന്നു, എനിക്ക് എത്ര തലയിട്ടടിക്കേണ്ടി വരുന്നു. മായ കൂടുതൽ റുസ്തം ആയി വരുന്നു. ബാബ സ്വയം പറയുന്നു, പൂർണ്ണമായും എൻ്റെ സമീപത്ത് ശിവ് ബാബ ഇരിക്കുകയാണ്, എന്നിട്ട് പോലും എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല, മറന്നു പോകുന്നു. എൻ്റെ കൂടെ ബാബയുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്, പിന്നെ എനിക്കും ഓർമ്മിക്കേണ്ടി വരുന്നു. നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞാൻ കൂടെയുണ്ട്, ഇതിൽ തന്നെ സന്തോഷിക്കൂ എന്നല്ല, അങ്ങനെയല്ല. എന്നോടും പറയുന്നു, നിരന്തരം ഓർമ്മിക്കൂ. കൂടെയിരിക്കുന്ന നീ രുസ്തമാണ്, നിനക്കും അതിനേക്കാൾ കൂടുതൽ കൊടുങ്കാറ്റ് വരും. ഇല്ലെങ്കിൽ പിന്നെ കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കിക്കാൻ സാധിക്കും? ഈ എല്ലാ കൊടുങ്കാറ്റുകളും നിന്നിലൂടെ കടന്നു പോകും. ഞാൻ ആ ഒന്നിൻ്റെ ഇത്രയും സമീപത്തിരുന്നിട്ടും കർമാതീത അവസ്ഥ നേടാൻ സാധിക്കുന്നില്ല. പിന്നെ മറ്റാരാകുവാനാണ്? ഈ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ഡ്രാമയനുസരിച്ച് എല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ, നമ്മൾ അങ്ങേക്കാൾ മുമ്പേ കർമാതീത അവസ്ഥ നേടി ഇതായി കാണിക്കുന്നു എന്നാരെങ്കിലും ശ്രമിച്ചു കാണിക്കട്ടെ? സാധ്യമല്ല. ഈ ഡ്രാമ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് വളരെയധികം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. മുഖ്യമായ കാര്യം മുഴുവൻ ക്യാരക്ടേഴ്സിൻ്റേതാണ്. ദേവതമാരുടെ ക്യാരക്ടേഴ്സും പതീത മനുഷ്യരുടെ ക്യാരക്ടേഴ്സും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നിങ്ങളെ വികാരിയിൽ നിന്നും നിർവികാരി ആക്കുന്നതും ശിവ് ബാബയാണ്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ബാബയെ ഓർമ്മിക്കേണ്ടി വരും, മറന്നു പോകരുത്. പിന്നെ പാവം അബലകൾ പരവശമാണ്, അതായത് രാവണന്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ എന്തു ചെയ്യാൻ സാധിക്കും? നിങ്ങൾ രാമനാകുന്ന ഈശ്വരന്റെ സ്വാധീനത്തിലാണ്, അവർ രാവണന്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ യുദ്ധം നടക്കുന്നു. അല്ലാതെ രാമന്റെയും രാവണന്റെയും യുദ്ധമൊന്നും നടക്കുന്നില്ല. ബാബ കുട്ടികളായ നിങ്ങൾക്ക് ഭിന്ന ഭിന്ന പ്രകാരത്തിൽ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമധുരമായ കുട്ടികളെ, സ്വയം തന്നെ നന്നാക്കിക്കൊണ്ടിരിക്കൂ. ദിവസവും രാത്രിയിൽ കണക്കു നോക്കൂ. മുഴുവൻ ദിവസത്തിലും ഏതെങ്കിലും ആസുരിയ പെരുമാറ്റം ഉണ്ടായില്ലല്ലോ. പൂന്തോട്ടത്തിൽ പുഷ്പങ്ങൾ നമ്പർ വൈസ് തന്നെയായിരിക്കും. രണ്ടുപേർ ഒരേപോലെ ഒരിക്കലും ആവുക സാധ്യമല്ല. എല്ലാ ആത്മാക്കൾക്കും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഓരോ ആക്ടറും പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയും വന്ന് സ്ഥാപനയുടെ കാര്യം ചെയ്തിട്ടേ വിടുകയുള്ളൂ. ഓരോ 5000 വർഷത്തിനു ശേഷവും വന്ന് വിശ്വത്തിന്റെ അധികാരി ആക്കുക തന്നെ ചെയ്യുന്നു. പരിധിയില്ലാത്ത പിതാവാണല്ലോ. അപ്പോൾ തീർച്ചയായും പുതിയ ലോകത്തിന്റെ സമ്പത്ത് നൽകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ ആത്മാവിനെ തന്നെ നോക്കണം. ശാരീരിക നേത്രങ്ങളിലൂടെ നോക്കാൻ പാടില്ല. അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ബാബയുടെ ഓർമ്മയിലൂടെ തൻ്റെ ക്യാരക്ടർ ദൈവീകം ആക്കണം. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ എത്രത്തോളം ഗുണവാനായി? മുഴുവൻ ദിവസത്തിലും നമ്മൾ ആസുരീയ പെരുമാറ്റം നടത്തിയില്ലല്ലോ. വരദാനം: സദാ കെയർഫുൾ ആയിരുന്ന് മായയുടെ റോയൽ രൂപത്തിലുള്ള നിഴലിൽ നിന്നും സേഫ് ആയിരിക്കുന്ന മായ പ്രൂഫ് ആയി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത്
മായ യഥാർത്ഥ വിവേകത്തെ, തിരിച്ചറിവിൻ്റെ ശക്തിയെ അപ്രത്യക്ഷമാക്കി റോങ് ആയത് റൈറ്റ് ആണ് എന്ന അനുഭവം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും മാന്ത്രിക മന്ത്രം പ്രയോഗിക്കുന്നെങ്കിൽ പരവശമായി പോകുന്നു. അതേപോലെ റോയൽ മായ റിയൽ ആയതിനെ മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ല. അതിനാൽ ബാബ്ദാദ അറ്റൻഷൻ്റെ കാര്യത്തിൽ ഡബിൾ അണ്ടർലൈൻ ചെയ്യിക്കുകയാണ്. മായയുടെ നിഴലിൽ നിന്നും സേഫും മായ പ്രൂഫും ആയി മാറും വിധത്തിൽ കെയർഫുൾ ആയിരിക്കൂ. വിശേഷിച്ച് മനസ്സിനെയും ബുദ്ധിയെയും ബാബയുടെ ഛത്രഛായയുടെ ആശ്രയത്തിൽ കൊണ്ടുവരൂ. സ്ലോഗൻ: ആരാണോ സഹജയോഗി അവരെ കണ്ട് മറ്റുള്ളവർക്കും യോഗം സഹജമായി തോന്നും. ഓം ശാന്തി. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തത എൻ്റെ നിജ ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് അന്തരീക്ഷത്തെ ശാന്തമാക്കുന്നു. എൻ്റെ അവ്യക്ത രൂപം ഞാൻ ധാരണ ചെയ്യുന്നു. പ്രകാശമയ ശരീരത്തിൽ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്വയം അനുഭവിക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. വ്യക്തലോകത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ സ്വതന്ത്രമാണ്. സർവഭാരരഹിതമാണ്. ഈ ഡബിൾ ലൈറ്റ് അവസ്ഥയിൽ അലൗകിക സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ ഞാൻ അവ്യക്ത ലോകത്തിൽ എത്തിച്ചേരുന്നു. പ്രകാശമയമായ അവ്യക്ത ലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ്ദാദയുടെ വരദാനി ദൃഷ്ടി ആത്മാവിൽ
അലൗകിക അനുഭവങ്ങൾ നിറയ്ക്കുന്നു. ഈ അവ്യക്ത കൂടിക്കാഴ്ച എന്നെ സന്തുഷ്ടമണി ആക്കുകയാണ്. എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ നിരാകാരി ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര സ്വർണ്ണ ചുവന്ന ദിവ്യപ്രകാശം നിറഞ്ഞ ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവബാബയുടെ സ്നേഹസമ്പന്ന ഓർമ്മയിൽ ഞാൻ മഗ്നമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ആത്മീയ സമ്പന്ന സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ സർവ മംഗളകാരിയായ ശിവപിതാവുമായി സംയുക്തമായി പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശ കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.